ആനേന്തി ആനേന്തി ആനേന്തിക്ക് അറിയോ ഈ മാർച്ച് 8 എന്താന്ന്? ഈ മാർച്ച് 8 വനിതാ ദിനമാണ്. അപ്പോൾ എനിക്ക് ആനേന്തിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ടേ. ആനേന്തിക്ക് ഈ വനിതാ ദിനത്തിൽ ആനേന്തിനെ സ്വാധീനിച്ച ഏറ്റവും എന്താ പറയുക പ്രൗഡായിട്ടുള്ളൊരു വനിതാ രത്ന ആരാ? ഓഫ് കോഴ്സ് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വനിതാരത്നം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ അഥവാ എൻ്റെ അമ്മായിയമ്മയാണ്. അതെന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം എൻ്റെ അമ്മ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുമ്പോൾ വളരെ പ്രൗഡാണ്. എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ജീവിതത്തിലൊന്നും അങ്ങനെ വളരെ സ്നേഹമയായി ജീവിച്ചതൊന്നുമല്ല. അത്യാവശ്യം അമ്മയും മരുമകളും ഒക്കെ ആകുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഞങ്ങൾ ജീവിച്ചത്. പക്ഷേ അമ്മയിൽ നിന്നും ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് അമ്മയുടെ ഹോസ്പിറ്റാലിറ്റി, ആതിഥേയ മര്യാദ. ആര് വീട്ടിൽ കയറി വന്നാലും അവരെ നന്നായിട്ട് സൽക്കരിക്കുകയും അവരെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിലും മറ്റു കാര്യങ്ങളിലെല്ലാം എൻ്റെ അമ്മ വളരെ താല്പര്യം കാണിച്ചിരുന്നു. അതുപോലെ പിന്നെ പറഞ്ഞാൽ താല്പര്യം കാണിച്ചിരുന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്, ഞാൻ അനുകരിക്കുന്നതും ആയ ഒരു കാര്യം. ബെസ്റ്റ് ക്വാളിറ്റി അല്ലേ? ബെസ്റ്റ് ക്വാളിറ്റി. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആണെങ്കിലും ഒരു വലിയ തറവാടായിരുന്നു. അത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. ആനിയമ്മച്ചിക്ക് ഇത് പറയുമ്പോൾ ഒരുപാട് കഥകൾ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കൊരു കഥ പറഞ്ഞുതരാം. ആനിയമ്മച്ചി ഏറ്റവും കൂടുതൽ എൻ്റെ അമ്മായിയമ്മ എന്ന് പറയുമ്പം ആനിയമ്മച്ചിക്ക് ഓർക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം? ഫസ്റ്റ് ഞാൻ പറയാം, അമ്മയുടെ ഈ ആതിഥേയ മര്യാദ തന്നെയാണ് എന്നെ ആ കുടുംബത്തിൽ എത്തിച്ചത്. കാരണം ഒരു കൂട്ടുകുടുംബമാണ്. ഞാൻ മൂത്ത മരുമകളായിട്ടാണ് അവിടെ ചെന്നത്. ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡൊക്കെ 3 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. അപ്പോൾ എന്നെ കല്യാണം ആലോചിക്കുന്ന സമയത്ത് എനിക്ക് അമ്മയും ആങ്ങളമാരും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. പക്ഷെ അമ്മയും ആങ്ങളമാരും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഒരു അച്ഛനും ഞങ്ങൾ ഓൾറെഡി ക്രിസ്ത്യൻസാണ്. അപ്പോൾ ആ പള്ളിയിൽ പണ്ട് ചെല്ലിക്കൊണ്ടിരുന്ന ഒരച്ഛനും അമ്മായിയും ആ വീടിൻ്റെ താഴെ പോയപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒത്തിരി ചോറുണ്ടാക്കുന്ന വീടാണ്, എനിക്ക് ഞാൻ കുഞ്ഞുമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ കയറി. അപ്പോൾ എൻ്റെ അമ്മായിയമ്മയല്ല ഹസ്ബൻഡിൻ്റെ അമ്മ ചോദിച്ചു, ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ ഇടവകയിൽ ഒരു പെൺകുട്ടിയെ കല്യാണം ആലോചിക്കുന്നുണ്ട്, പക്ഷേ അമ്മയും ആങ്ങളമാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യക്കുറവിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ അറിയുന്ന കുടുംബമാണ്, ഞാൻ അറിയുന്ന പിള്ളേരാണ്, നിങ്ങൾ ഒട്ടും ശങ്കിക്കേണ്ട, ഈ കല്യാണം നിങ്ങൾ ഉറപ്പിച്ചോളാൻ അച്ഛൻ പറഞ്ഞു. അപ്പോൾ അമ്മ ചെയ്ത ആ സൽപ്രവൃത്തികളുടെ ഫലമായിട്ടാണ് അച്ഛൻ അവിടെ കയറിയത്. അതാണ് എൻ്റെ വിവാഹം നടക്കാനുള്ള, ഞാൻ ആ കുടുംബത്തിലെ മൂത്ത മരുമകളായി ചെല്ലാനുള്ള ഏറ്റവും വലിയൊരു കാരണം. അമ്മ തന്നെ എന്നോട് പറഞ്ഞു കാണിച്ചത്. പിന്നെ അമ്മയുടെ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ അമ്മ നല്ലൊരു കുടുംബിനിയായിരുന്നു. ഒരു തറവാട് ഭരിക്കാനുള്ള എന്നുവെച്ചാൽ ഭയങ്കര സ്നേഹനിധിയായ, എല്ലാവരും വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരമ്മയെന്ന് ഞാൻ പറയില്ല. അമ്മയെ സംബന്ധിച്ചോളം അമ്മ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഓൺ ദ സ്പോട്ടിൽ അമ്മയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ ഓൺ ദ സ്പോട്ടിൽ അമ്മ ഷൗട്ട് ചെയ്യും. പക്ഷേ കുറച്ച് സമയം നമ്മൾ ഇച്ചിരി മുഖം വീർപ്പിച്ചൊക്കെ നടന്നാൽ ഇച്ചിരി നേരം കഴിയുമ്പോൾ അമ്മയെ ചോറുണ്ണ അമ്മയെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ എല്ലാ വഴക്കും അവിടെ തീർന്നു. ആ ക്ഷമാശീലം അല്ലെങ്കിൽ നമ്മളെ തെറ്റുകൾ ക്ഷമിക്കാനുള്ള ആ ഒരു കഴിവ്, ഇതൊക്കെ ഞാൻ അമ്മയെ കണ്ടാണ് പഠിച്ചത്. ഇപ്പം ആനിയമ്മച്ചിയോട് ഞാനൊരു കാര്യം ചോദിക്കാം. ആനിയമ്മച്ചി ഇപ്പം ആനിയമ്മച്ചിയുടെ അമ്മയെന്നോ അല്ലെങ്കിൽ അമ്മായിയമ്മ എന്ന് പറയുന്ന ആ അമ്മച്ചീനെ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ സാധിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും ആനിയമ്മച്ചിക്ക് പറയാനുണ്ടാവുക? ഞാനീ പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ജീവിച്ചൊരു ഓർമ്മ എനിക്കില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ കെട്ടിച്ചതിൻ്റെ ചെറിയൊരു ഭയവും റെസ്പെക്റ്റും എനിക്ക് അമ്മയോടുണ്ടായിരുന്നു. ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം
അന്ന് അടുക്കളയിലൊക്കെ ജോലിക്കാരുള്ളതുകൊണ്ട് അമ്മ അടുക്കള ജോലിയൊന്നും അധികം ചെയ്തില്ലെങ്കിലും ചാച്ചനും അപ്പച്ചനും വെച്ചാൽ ഫാദറിലേക്ക് ബിസിനസ് ആയതുകൊണ്ട് അമ്മയാണ് ഈ കൃഷി കാര്യങ്ങൾ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയാണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണ കാര്യത്തിലാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ പറയും മരുമക്കൾ അങ്ങനെ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുന്നതിനോട് അത്ര താല്പര്യമൊന്നും കുറേ കൂടെ ജനറേഷൻ മുമ്പായിരിക്കും. പക്ഷെ എൻ്റെ അമ്മായിയമ്മ അങ്ങനെയല്ല, നമ്മൾ തിന്നില്ലെങ്കിൽ ആ വഴക്ക് പറയും. എല്ലാ ഭക്ഷണ സാധനവും എടുത്ത് നമുക്ക് കഴിച്ചോന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ തിന്നില്ലെങ്കിലാണ് അമ്മയ്ക്ക് വിഷമം. പിന്നെ അവിടെ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകുടുംബം ആയതുകൊണ്ട് അമ്മയുടെ ഏട്ടൻ്റെ വല്യപ്പൻ്റെ മക്കൾ ചാച്ചന് ഏറ്റവും ഇളയതായിരുന്നു. മക്കൾ അങ്ങനെ റിലേറ്റീവ്സ് തൊട്ടടുത്ത് പള്ളിയായിരുന്നു, അതൊരു ചെറിയ ചാപ്പലാണ്. അപ്പോൾ അവിടെ അച്ഛന്മാർക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ച അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ അച്ഛന്മാരെ അന്വേഷിച്ച് കപ്പ്യാർ കൊണ്ടുവരുവാണ്. അപ്പോൾ അവർക്ക് അന്ന് ഞങ്ങളുടെ വീട്ടിലാണ് അതിനുള്ള സൗകര്യം, പള്ളിയുടെ തൊട്ടടുത്ത വീടാണ്. അപ്പോൾ വീട്ടിലാണ് അച്ഛന്മാർ താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടംപോലെ ഭക്ഷണം വെച്ച് വിളമ്പി. ഇപ്പോൾ നമ്മുടെ കാലം ചെയ്ത ശ്രേഷ്ഠ ബാബ അച്ഛനായിരുന്ന കാലത്ത് പോലും അവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെന്നും അച്ഛൻ എവിടെയോ പ്രസംഗത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. മംഗലത്ത് വന്നപ്പോൾ കഴിച്ച ഉപ്പുമാങ്ങാ ചമ്മന്തി ടേസ്റ്റിൻ്റെ കാര്യം പോലും ആ ശ്രേഷ്ഠ ബാവ പറഞ്ഞതായിട്ട് എനിക്കറിയാം. അങ്ങനെ ഒത്തിരി ത്യാഗം സഹിച്ച് നല്ലൊരു കുടുംബിനി എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഏത് വിരുന്നുകാർക്കും. പിന്നെ ഈ മെൻ്റലി അല്പം പ്രശ്നമുള്ള കുറച്ച് പേർക്ക് സ്ഥിരം വരുമായിരുന്നു അവിടെ. അവർക്കൊക്കെ അമ്മ ഭക്ഷണം കൊടുക്കുമ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, അത് നമ്മൾ ഇപ്പോൾ ഒരു എന്തെങ്കിലും നല്ല കറികളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അമ്മ പഴയ കറിയൊന്നും അല്ല എടുത്ത് കൊടുക്കുന്നത്. അമ്മ ആ കറി ചിലപ്പോൾ ആദ്യം കൊടുക്കുന്നത് അവർക്കായിരിക്കും. ആ കറി നല്ല കറികൾ, അപ്പോൾ അവർക്ക് ഉണ്ടാക്കി തിന്നാനുള്ള സാഹചര്യം കുറവായതുകൊണ്ട് അതൊക്കെ ഞാൻ അമ്മയെ കണ്ടുപിടിച്ചു. ആ കറികളൊക്കെ ഏറ്റവും നല്ല കറികൾ ചിലപ്പോൾ ആദ്യമായിട്ട് വിളമ്പുന്നത് അവർക്കായിരിക്കും. അതൊക്കെ കൊടുക്കാനൊക്കെ ഉള്ള ക്ഷമയും മനസ്സും അമ്മയ്ക്കുണ്ടാക്കും. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ അമ്മായിയമ്മയും മരുമക്കളും ആകുമ്പോൾ തട്ടിയും ഇടയ്ക്ക് ചെറിയ ക്രാഷൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ എന്തെങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, അമ്മ പ്രായമായ ആളാണ്, നമ്മളെ ക്ഷമിക്കണം. പക്ഷെ അമ്മ എനിക്ക് ഇത്തിരി പരിഭവമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിന് നല്ല മകനായിരുന്നു. പിന്നെ ഞാനൊരു അമ്മായിയമ്മയൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം അദ്ദേഹമാണെങ്കിലും ഇപ്പം ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ശ്രദ്ധേഷ്യമൊക്കെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും പുറത്തൊരു മനുഷ്യനോട് മോശമായി പെരുമാറിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമമുണ്ടെങ്കിലും അതിൻ്റെ ദേഷ്യം എൻ്റെ അടുത്ത് കാരണം അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ അതൊക്കെ ആ അമ്മയുടെ ഒരു ക്വാളിറ്റി കിട്ടിയതാണെന്നാണ്. ചാച്ചനും വളരെ ദൈവഭക്തിയുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ ചാച്ച അത് സംസാരിക്കില്ല, അപ്പം അമ്മ നന്നായിട്ട് സംസാരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പറയാൻ നോക്കിയ പിന്നെ അമ്മേനെ പറ്റി ഒത്തിരി ക്വാളിറ്റീസ് ഉണ്ട്. അമ്മ ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചിട്ടേ ഭക്ഷണം കഴിക്കും. ഞാനത് വളരെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അമ്മ പറയും, നമ്മൾ മനുഷ്യരാണ്, മൃഗങ്ങളെപ്പോലെ കിട്ടുന്ന വഴി പെട്ടെന്ന് ഫുഡിലേക്ക് അട്രാക്റ്റ് ചെയ്ത് പെട്ടെന്ന് കഴിക്കരുത്. നമുക്ക് തന്ന ദൈവത്തെ സ്തുതിച്ചിട്ട് വേണം നമ്മൾ ആ ഭക്ഷണം കഴിക്കാൻ. ഞാനെപ്പോഴും അത് ഓർക്കാറുണ്ടെങ്കിലും പകുതി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് ഓർമ്മ വരുന്നത്. പക്ഷെ ആ കാര്യത്തിൽ അമ്മ വളരെ, പക്ഷെ അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാനും എല്ലാ മക്കളുടെ വീട്ടിൽ താമസിക്കാനും നല്ലൊരു ക്രിസ്തീയ അന്ത്യവും അമ്മയ്ക്ക് ദൈവം കൊടുത്തു. അതുപോലെ അമ്മനെ ഞാൻ ചില കാര്യത്തിലൊക്കെ പറ്റിച്ചിട്ടുണ്ട് കൊണ്ടുപോകുമ്പോൾ. അതെന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ എല്ലാവർക്കും വാരി കൊടുക്കുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു നല്ല മാവുണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴം ഉള്ള. അപ്പോൾ അമ്മ എന്നെ മാമ്പഴം പറക്കാൻ പറഞ്ഞു വിടും. ഞങ്ങൾ പറക്കിക്കൊണ്ട് വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണം ആർക്കും വീട്ടിലുള്ളവർക്ക് നല്ലതൊന്നും കിട്ടില്ല. അമ്മ അതെല്ലാം എടുത്ത് പൊതിഞ്ഞ് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ നല്ല ഒന്നാന്തരം മാമ്പഴം നിങ്ങൾ കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞ് കൊടുത്തു കൊടുക്കും.
അപ്പോൾ പിന്നെ നമുക്ക് വരുമ്പോൾ പിന്നെ കാര്യമായിട്ട് നമുക്ക് നല്ല വീട്ടിൽ ആർക്കും കാര്യമായിട്ടൊന്നും നല്ലത് കിട്ടാറില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ മാമ്പഴം പറക്കാൻ പറഞ്ഞു വരുമ്പോൾ ഞാൻ ആ മാഞ്ചോട്ടിലിരുന്ന് എനിക്ക് ആവശ്യമുള്ള മാമ്പഴം ഞാൻ തിന്നും. സത്യം പറഞ്ഞാൽ ബാക്കി വീട്ടിൽ കൊണ്ടുവരാറുള്ളൂ. അപ്പോൾ അമ്മ പറയും ഇവിടെ എന്നെ മാത്ത കയറി പറിക്കുവാണോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊക്കെ അമ്മനെ പറ്റിച്ചിട്ടുമുണ്ട് നമ്മൾ പല സമയത്ത്. പിന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഡെലിവറിയിൽ എൻ്റെ കുട്ടി എനിക്ക് നഷ്ടപ്പെട്ടു. അതിനോടെ മുറിച്ചത് എനിക്ക് ചെറിയ ഒരു ഡിപ്രഷനൊക്കെ ഉണ്ടായെങ്കിലും പിന്നീട് എനിക്കതിനെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങൾ വേറെ പോയ സമയത്താണെങ്കിലും എനിക്ക് അമ്മ അവിടുന്ന് കറികളൊക്കെ കൊണ്ടുത്തരുമായിരുന്നു. അപ്പോൾ എനിക്കപ്പോൾ ചിലപ്പോൾ ക്ഷീണമായിരിക്കും, കറി വെക്കാൻ പറ്റി കാണില്ല. അത് എൻ്റെ വളരെ അതാണ് അമ്മ ആഗ്രഹിച്ച് അമ്മയുടെ സ്നേഹം ശരിക്കും തന്നെ എനിക്ക് അമ്മ അങ്ങനെ കൊണ്ടുതന്നിട്ടുണ്ട് കറികളൊക്കെ തറവാട്ടിൽ നിന്ന്. പിന്നെ അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പലതും അമ്മേനെ മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരാളെ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ വില അറിയും. നമ്മൾ അത്ര അറിഞ്ഞൊന്നും വരില്ല. അതുപോലെ ഞാൻ എൻ്റെ അനിയത്തിമാരുണ്ട് ഒക്കെ വന്നതിന് ശേഷമാണെങ്കിലും അമ്മ ആരെങ്കിലുമൊക്കെ വരുന്നുകാർ വീട്ടിൽ വരുവാണെങ്കിൽ അവർ പോകാൻ കാപ്പി എന്തെങ്കിലും കൊടുത്തവർ പോകാൻ തുടങ്ങുകയാണെങ്കിൽ അമ്മ വിടും, നിൽക്ക് നിങ്ങൾ ഊണ് കഴിച്ചിട്ട് പോകാൻ ഇവിടെ എല്ലാം തയ്യാറായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നേരം അടിച്ചതും സങ്കടമൊക്കെ വരും. കാരണം കറി തിളച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളായിരിക്കും, പകുതി വേവയായിട്ടുള്ളായിരിക്കും. എന്നാലും അമ്മ അവരെ വർത്താനം പറഞ്ഞ് പിടിച്ച് നിർത്തി ആ കറിയും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സ്പീഡപ്പ് ചെയ്യാൻ പറയും. ഞങ്ങളതൊക്കെ സ്പീഡ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കത് സമൃദ്ധമായി കൊടുത്താണ് അമ്മ വിട്ടിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വരുന്ന ഒരാൾക്കും വെറും വയറ്റ് വിടാറില്ല. അത് തന്നെയല്ല, അമ്മ ഇനിയിപ്പോൾ ഇച്ചിരി ഷോർട്ടേജ് ഫുഡിനുണ്ടെങ്കിൽ പോലും അമ്മ വേഗം ചെന്ന് ഒരു പൈനാപ്പിൾ എടുത്ത് ചെത്തി വെച്ചു, ഒരു കപ്പളങ്ങ എടുത്ത് ചെത്തി വെച്ചു, അല്ലെങ്കിൽ മാമ്പഴം എടുത്ത് ചെത്തി വെച്ചു. എങ്ങനെയായാലും അമ്മ അവരെ തൃപ്തിപ്പെടുത്തിയേ വിടാറുണ്ട്. അതൊക്കെ അമ്മയുടെ വളരെ നല്ല കൊടുക്കുന്ന മനസ്സ്. അതിൻ്റെ ഗുണം അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെയായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ വിളക്ക്. അമ്മ പോയതോടെ അതിനും ആ വിളക്കാണ് ആണെന്നൊരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുമുണ്ട്. പിന്നെ അമ്മയെപ്പറ്റി പറഞ്ഞാൽ നമ്മൾ വെച്ച മുൻകോപക്കാരിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആർന്നെങ്കിലും ക്ഷമാശീലം അല്ല ഒരിക്കലും വഴക്ക് വെച്ചുകൊണ്ടിരിക്കാത്ത ഒരു സ്വഭാവം ആയിരുന്നു അമ്മയുടെ. പിന്നെ നമുക്ക് കുറേ പറയാനുണ്ട്, നമുക്ക് ഒത്തിരി പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണമെന്ന് പറയാൻ. പക്ഷെ ആന്യമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ അമ്മയും നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ എക്കച്ചക്കൽ ഉണ്ടായിരിക്കുവാണെങ്കിൽ പോലും അമ്മ നമ്മുടെ ആൾക്കാരാരെങ്കിലും അവിടെ കയറി വന്നാൽ അമ്മയായിരിക്കും അവരെ ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്. ഞാൻ ഒരു പരിധി വരെയൊക്കെ ഞാനും ചെയ്തിട്ടുണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. അമ്മയുടെ വീട്ടുകാരൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരെ സൽക്കരിക്കണ പോലെ ഞാൻ അവരെ സൽക്കരിച്ചിട്ടുണ്ട്. അത് അവരിപ്പോഴും പറയാറുമുണ്ട്. ഇന്നും അമ്മ മരിച്ചു പോയതിന് ശേഷമാണെങ്കിലും അമ്മയുടെ വീട്ടിൽ കയറി ചെന്നാൽ എനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് താമസിച്ചിട്ട് പോരാനുള്ളൊരു സ്വാതന്ത്ര്യം ഇന്നും അവരെനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിമാരും ഒക്കെ ആണെങ്കിലും ഒരു പരിധി വരെ അമ്മയുടെ ക്വാളിറ്റീസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത തലമുറ ഞങ്ങളുടെ അവർക്കും അത് കീപ്പ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വനിതാ ദിനം പിന്നെ ഞാൻ അമ്മയോട് എന്തെങ്കിലും തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് അമ്മയെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ആത്മാവിനോട് ഞാൻ ഈ സമയത്ത് ക്ഷമ ചോദിക്കുന്നു. ഒരു അയൺ ലേഡി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ദിരാഗാന്ധിയുടെ പവറുള്ള ഒരു അങ്ങനെ പാവം അല്ലെങ്കിൽ ഭയങ്കര പിള്ളേരെയൊക്കെ ഒത്തിരി കൊഞ്ചിക്കുന്ന ലാളിക്കുന്ന അങ്ങനത്തെ ഒരു അമ്മയല്ലായിരുന്നു. പക്ഷെ ഒരു കുടുംബം നയിക്കാനും ഒരു തറവാട്ടം. ഇത്രയാണ് എനിക്ക് എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആന്യമ്മച്ചി ഹാപ്പി വുമൻസ് ഡേ ടു ദ ബോൾഡസ്റ്റ് വുമൻ. ആ അമ്മച്ചീനെ കണ്ട് വളർന്ന ആന്യമ്മച്ചിക്കും ഹാപ്പി വുമൻസ് ഡേ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഞാൻ ഇച്ചിരിയും കൂടെയൊക്കെ ബോൾഡ് ആയത് കേട്ടോ. പണ്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അമ്മയില്ലാതെ വളർന്നാണ്. എൻ്റെ മൂത്ത ചേച്ചിയാണ് ഞങ്ങൾക്ക് മാതൃകയായിട്ട്. ചേച്ചി ഇച്ചിരി സൈലൻ്റ് ആയിട്ടുള്ള ഒതുങ്ങി ജീവിക്കുന്ന ആളുമാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും പറയുന്നത് നമ്മൾ തള്ളയില്ലാത്ത മക്കളാണ്. അപ്പം എപ്പോഴും ദൈവത്തെ സമൂഹത്തിൽ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് എപ്പോഴും പറയും. പക്ഷെ എൻ്റെ വിവാഹശേഷമാണ് ഞാൻ ഇച്ചിരി ബോൾഡ് ആയതെന്ന് എനിക്ക് തോന്നുന്നു.
അപ്പോൾ ഓക്കെ. ആ. അത് അധികവും ഞാൻ എൻ്റെ അമ്മ ശരിക്കും അമ്മയെ എനിക്ക് അമ്മയെന്ന് പറയാൻ ഒരമ്മയേ ഉള്ളൂ. സ്വന്തം അമ്മയുടെ കൂടെ ജീവിച്ച ഒരു ഓർമ്മ എനിക്കില്ല. അപ്പോൾ എൻ്റെ അമ്മായി അമ്മയായ എൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്. അമ്മച്ചിയുടെ പേരെന്താ അമ്മച്ചി? അമ്മച്ചിയുടെ പേര് സാറാമ്മ എന്നാണെങ്കിൽ എല്ലാവരും ലില്ലിക്കുട്ടി കുഞ്ഞമ്മ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. ആ പേരിന് പറ്റിയ കഥ തന്നെയാണ്. ലില്ലിക്കുട്ടി കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോക്കലിലൊക്കെ ഫേമസ് ആയിരുന്നു. അമ്മയുടെ പ്രവർത്തനങ്ങളും മറ്റുള്ളവരുടെ ഇടപെടലുകളും എല്ലാം അതുപോലെ തന്നെയായിരുന്നു. അതിൻ്റെ ഐശ്വര്യമാണ് ചാച്ചൻ്റെ അമ്മയുടെ സൽപ്രവൃത്തികളുടെ ഐശ്വര്യമാണ് ഞങ്ങൾ ഇന്നും അനുഭവിക്കുന്നത്. ഓക്കെ, ഹാപ്പി വുമൻസ് ഡേ അമ്മച്ചി. താങ്ക് യു.